ഈ റീൽസ് പിടുത്തം കുറച്ച് അപകടം ഉണ്ടാക്കുന്ന വഴിയിലായിട്ടുണ്ട്. ചില ആൾക്കാർ നിയന്ത്രണം വിട്ട രീതിയിൽ റീലുകൾ ചിത്രീകരിക്കുന്നു. ഇപ്പോൾ റീല് ചിത്രീകരിക്കാൻ വരുന്നവരെ സൂക്ഷിക്കണം എന്നുള്ള ആലപ്പുഴ എന്നൊരു വാർത്ത. ചേർത്തല പള്ളിപ്പുറത്തെ കുടിവെള്ള ടാങ്കിലിറങ്ങി കുളിച്ച് റീലുണ്ടാക്കിയ യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാണ്. കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിലാണ് ഇറങ്ങി എന്നാൽ റീൽസ് ചിത്രീകരിക്കുന്നത്. റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ നാട്ടുകാരാണ് യുവാക്കളെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത്. കുടിവെള്ളത്തോടാ കളി. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നു. ആ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. അതായത് കുടിവെള്ളത്തിലിറങ്ങി കുളിച്ചതിന് ശേഷം പോലീസിൻ്റെ പിടിയിലായ ഈ കുളിവീരന്മാർ റീലുമായി ചെന്ന് റീലിന് വേണ്ടി ഷൂട്ട് ചെയ്ത കുളിവീരന്മാരെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്നാലും കുറച്ച് അപകടം പിടിച്ച കാര്യമാണ്. മനുഷ്യൻ്റെ കുടിവെള്ളത്തിൻ്റെ വില എന്താണെന്ന് ഇവർക്ക് മനസ്സിലാകില്ല എന്ന് തോന്നുന്നു. വിവരങ്ങൾ പറയൂ അശ്വിൻ പാലാഴി. ഇതിന്റെ പരിണിത ഫലമായി പറയാനുള്ളൊരു കാര്യം ചേർത്തല മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടി എന്നുള്ള ഒരു കാര്യമാണ്. കാരണം ഈ മഴക്കാലമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് ഈ കിണറ്റിലെയും മറ്റും വെള്ളമൊക്കെ അത്ര വിശ്വസിച്ച് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ചേർത്തല അടക്കമുള്ള പ്രദേശങ്ങളിലുണ്ട്. കാരണം വെള്ളപ്പൊക്കമൊക്കെ വലിയ പ്രശ്നമായിരുന്നു അവിടെ പല പ്രദേശങ്ങളിലും. അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഈ വെള്ളമാണ് പല വീട്ടുകാരും കുടുംബങ്ങളും ആശ്രയിച്ചിരുന്നത്. അതിലാണിപ്പോൾ ഒരു തടസ്സം ഇപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ടുണ്ടായിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം ഒരു 3:30 ഈ വാട്ടർ ടാങ്കിന് മുകളിൽ നിന്നും, അതായത് മുനിസിപ്പാലിറ്റിയുടെ വാട്ടർ ടാങ്കാണ്, ഈ വാട്ടർ ടാങ്കിന് മുകളിൽ നിന്നും കൂകി വിളികളും ശബ്ദവുമൊക്കെ നാട്ടുകാർ കേൾക്കുന്നത്. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് 3 യുവാക്കൾ ഇതിന് മുകളിൽ നിന്ന് കുളിക്കുന്നതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് മറ്റെന്തെങ്കിലും ആണോ, ഇതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് എന്തെങ്കിലും നടക്കുകയാണോ എന്ന് ആദ്യം സംശയമുണ്ടായിരുന്നു. പിന്നീട് ഒരാൾ വീഡിയോ എടുക്കുകയും മറ്റ് 2 പേർ ഈ മുകളിൽ നിന്ന് ഡൈവ് ചെയ്ത്, അതായത് ഈ ഇതിൻ്റെ ഒരു ഭിത്തിയിൽ നിന്ന് വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്യുകയും ചെയ്യുന്നതൊക്കെ കണ്ടതോടെയാണ് ഇത് മെയിൻ്റനൻസ് അല്ല, മറ്റു ചില പരിപാടികളാണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലായത്. പിന്നീട് നാട്ടുകാരത് സൂക്ഷ്മമായി നിരീക്ഷിച്ചു. പിന്നെയാണിത് ഇവർ കുളിക്കുകയും മറ്റൊരാളിത് മൊബൈലിൽ പകർത്തുകയുമാണ്. അങ്ങനെയാണിത് റീൽ ചിത്രീകരണമാണ് എന്ന് നാട്ടുകാർക്ക് മനസ്സിലാകുന്നത്. ഉടൻ തന്നെ കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തി 3 യുവാക്കളെയും തടഞ്ഞു വെച്ചു. ചേർത്തല പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി ഇവരെ പിടികൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ പുറത്തേക്ക് ഇറക്കുന്നതിനിടെ നാട്ടുകാരുടെ ക്ഷുഭിതരാവുകയാണ് ചെയ്തത്. അതായത് റീൽസ് ചിത്രീകരിക്കാൻ എത്തിയ ആളുകൾ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയ നാട്ടുകാരോട് ക്ഷുഭിതരാകുന്ന യുവാക്കളുടെ ഒരു കാര്യം കൂടി നമുക്ക് അവിടെ നിന്ന് കാണാനായി. എന്തായാലും ഗുരുതരമായ കുറ്റകൃത്യമാണ്. 1000-ലധികം കുടുംബങ്ങൾ ആശ്രയിക്കുന്നത്. ചേർത്തല മുനിസിപ്പാലിറ്റിയുടെ മുഴുവൻ പ്രദേശങ്ങളിലേക്കും ഈ വാട്ടർ ടാങ്കിൽ നിന്നാണ് ശുദ്ധജലം കുടിക്കാനായി എത്തിക്കുന്നത്. അവിടെയാണ് സോപ്പൊക്കെ ഉപയോഗിച്ച വെള്ളം പൂർണ്ണമായും മലിനമാക്കിയിട്ടുള്ളത്. നിലവിൽ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ തുടരുകയാണ്. അതിൽ 2 ഘടകങ്ങളാണ് ഇനി വേണ്ടത്. ഒന്ന്, മുനിസിപ്പാലിറ്റി രേഖാമൂലം പരാതി നൽകേണ്ടതുണ്ട്. അതുകൂടാതെ വാട്ടർ അതോറിറ്റി കൂടി വിഷയത്തിൽ പരാതി നൽകണം. ഈ 2 പരാതികളും രേഖാമൂലം പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. അങ്ങനെ ലഭിച്ചാൽ മാത്രമേ നിയമപരമായി പോലീസിന് ഇതിൽ മുന്നോട്ട് പോകാനാവുകയുള്ളൂ. കേസെടുക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ അത് അങ്ങനെയാണ് പരിഗണിക്കേണ്ടത്. നിലവിൽ ഈ 3 പേരും കസ്റ്റഡിയിലാണ്. മറ്റ് നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. നാട്ടുകാരുടെ വലിയ പ്രതിഷേധമുണ്ട്. നാളെ എങ്ങനെ ഈ കുടുംബങ്ങളിലേക്ക് 1000-ലധികം വരുന്ന വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുമെന്ന വലിയ ചോദ്യവും നിലനിൽക്കുകയാണ്. എൻ്റെ സംശയം അതല്ല. ഇപ്പോൾ ഈ പുഴകളും ആറുകളും തോടുകളും ഒക്കെ നിറഞ്ഞു കിടക്കല്ലേ, ഈ ആറ്റിലോ തോട്ടിലോ പോയി റീൽസ് ഉണ്ടാക്കിക്കൂടെ? ഇവർ ഈ കുടിവെള്ളത്തിലേക്ക് ഇറങ്ങണമായിരുന്നു. കുടിവെള്ളത്തിൽ ഇവർ ശരിക്കും എന്താ ചിത്രീകരിച്ച് കുളിക്കുന്ന മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ? ഇതൊരു വൈറൽ കണ്ടന്റിന്റെ കാലമാണല്ലോ. അതുകൊണ്ട് തന്നെ അവർ ഉദ്ദേശിച്ചതൊരു വൈറൽ ദൃശ്യമാണ്. കാരണം ആ വാട്ടർ ടാങ്കിൻ്റെ നല്ല ഉയരമുള്ള വാട്ടർ ടാങ്കാണ്. ഏകദേശം 7-8 നില പൊക്കമുള്ള ഒരു കെട്ടിടത്തിനേക്കാൾ ഉയരമുള്ള ഒരു വാട്ടർ ടാങ്കാണ്. ആ വാട്ടർ ടാങ്കിന് മുകളിൽ നിന്നാൽ ചേർത്തല നഗരത്തിൻ്റെ ഏകദേശം ഒരു നല്ല ഭാഗം ഇവർക്ക് മൊബൈലിൽ ഷൂട്ട് ചെയ്യാനാകും. അങ്ങനെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു കുളത്തിലേക്ക് ചാടുന്നത് പോലെ ഈ വാട്ടർ ടാങ്കിലേക്ക് ചാടുകയും അവിടെ കുളിക്കുകയും ചെയ്യുന്ന ഒരു മനോഹര ദൃശ്യമാണ് അവിടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ അത് എത്രത്തോളം ആളുകളെ ബാധിക്കുന്നതാണെന്നൊരു ചിന്ത ഒരുപക്ഷെ അവരുണ്ടായി കാണില്ല. ആ ദൃശ്യത്തിൻ്റെ ഭംഗിയാണ് അവർ പരിഗണിച്ചത്. അത് മാത്രമാണ് അവർ പരിഗണിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചേർത്തല നഗരത്തിൻ്റെ വലിയൊരു ഭാഗം ബാക്ക്ഗ്രൗണ്ടിൽ ഈ യുവാക്കൾ അവിടെ നിന്ന് ഡൈവ് ചെയ്ത് ഈ വെള്ളത്തിലേക്ക് ചാടുന്നു, അവിടെ കുളിക്കുന്നു. ഇതായിരുന്നു അവരുടെ റീൽസിൻ്റെ സ്ക്രിപ്റ്റ് എന്നുള്ളതാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത് കടന്നുപോയി, അല്പമല്ല വലിയ തോതിൽ കടന്നുപോയി. അത് ഈ കുടിവെള്ള ടാങ്കിലേക്ക് ചാടേണ്ടതുണ്ടായിരുന്നു. പിടിച്ചോണ്ട് പോകുന്നത് ഒരു റീൽ കണ്ടന്റ് ആയല്ലോ, അത് ആളുകൾ സോഷ്യൽ മീഡിയ വഴി ഇഷ്ടം പോലെ കണ്ടോളൂല്ലോ. നന്നായി, എന്തായാലും നന്നായി.